ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു F3 കിച്ചൻ. ഞാനിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. പെരുന്നാളായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അപ്പം ഉണ്ടാക്കും. അരിയരപ്പ, നെയ്യപ്പ, ഉണ്ണിയപ്പ, എന്തെങ്കിലും ഒരു പലഹാരം, മധുര പലഹാരം പൊരിക്കും. അതാണ് പെരുന്നാളിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അതിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യാറൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിൽ മുതലേ അങ്ങനെ ചെയ്യണ കാരണം ഞാനിപ്പോൾ അത് എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കും. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ അരിയരപ്പാണ് ഉണ്ടാക്കിയത് കേട്ടോ. അരിയരപ്പ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ അരി പച്ചവെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് പൊടിയാക്കിയതിന് ശേഷം ശർക്കര പാനിയാക്കി. ശർക്കര ഇതിൽ ചക്കരയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ചക്കര പാനിയാക്കിയിട്ട് അതും തേങ്ങയും പിന്നെ തേങ്ങയിൽ ചെറിയ ഉള്ളിയും ജീരകവും ഇട്ടിട്ട് നന്നായി ഒന്ന് ഗ്രൈൻഡ് എടുത്തിട്ട് അതും പിന്നെ കുറച്ച് വേറെ സെപ്പറേറ്റ് വേറെ തേങ്ങയും ഗ്രൈൻഡ് ചെയ്തിട്ട് അതും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ചൂടുള്ള ശർക്കര പാനിയിൽ തന്നെ നമ്മൾ ഈ പൊടി ഒഴിച്ചു കൊടുക്കണം. പൊടിച്ചെടുക്കുന്ന പൊടി അധികം നൈസ് പൊടിയാവരുത്, കുറച്ച് തരിയുള്ള പൊടിയായിരിക്കണം. അങ്ങനെയായിട്ട് നമ്മളത് നന്നായി കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ഇങ്ങനെ കൈവെള്ളയിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഒരു ഹോളിട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഈ അരിയരപ്പം എന്ന് പറയുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിരുന്ന ഒരു നെയ്യപ്പമുണ്ട്. ഇപ്പോഴും ഓർക്കുമ്പോൾ വായിൽ വെള്ളം വരും. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു. അന്നത്തെ ആ ടേസ്റ്റൊന്നും ഇന്നത്തെ അപ്പത്തിന് കിട്ടണില്ല കേട്ടോ. ഇപ്പോഴുണ്ടാക്കുന്ന പലഹാരങ്ങൾക്കൊന്നും കിട്ടില്ല. പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രിയിലാണ് ഉണ്ടാക്കുക. മൈലാഞ്ചി ഇടലും മൈലാഞ്ചിയുടെ ആ മണവും അപ്പത്തിൻ്റെ മണവും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. നേരം വെളുത്താൽ ഒരു കട്ടൻ ചായക്കൊപ്പം മൈലാഞ്ചി ഇട്ട കയ്യിലെ ആ മണം നെയ്യപ്പം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ഇക്കാലത്തെ എൻ്റെ ഓർമ്മകളിൽ ഒന്നാണ് കേട്ടോ ഇത്. മൈലാഞ്ചി അരച്ചിടുമ്പോഴുള്ള മണം ഇപ്പോൾ ട്യൂബിന് കിട്ടില്ലല്ലോ. അന്നത്തെ ഇത് പ്രത്യേക മണമായിരുന്നു അല്ലേ. നോമ്പിന് ഞങ്ങൾ എവിടേക്കും പോയില്ലായിരുന്നു. പെരുന്നാളായാൽ കറങ്ങാൻ പോകാമെന്ന് കരുതി മൂന്നാം പെരുന്നാൾ വരെ ഫുള്ള് കറക്കമായിരുന്നു കേട്ടോ. പിന്നെ വെച്ചാൽ കുട്ടികൾക്കൊക്കെ മക്കളൊക്കെ പെരുന്നാളിൻ്റെ ആ ഒരു ലീവ് എല്ലാവർക്കും ഒരുമിച്ച് കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്നിച്ചുള്ളൊരു യാത്ര പോകാമെന്ന് വെച്ച് കൂടുതൽ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ചെറിയൊരു രീതിയിൽ വീട്ടിലുള്ളവർ എല്ലാവരും കൂടി ഒരു യാത്ര അത്ര തന്നെ ഉള്ളൂ കേട്ടോ. കോർഫുക്കാനിലേക്ക് പോകുമ്പോൾ ഒരു ടണൽ കിട്ടി. ആ ടണലിനുള്ളിലേക്കുള്ള ഒരു യാത്ര ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ കയറിയാൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴും പിന്നെ പൊങ്ങുമ്പോഴും ഉണ്ടാവും നമ്മളെ ചെവിക്കൊരു അടയൽ എന്ന പോലത്തെ ഒരു അടയലൊക്കെ ആയിരുന്നു ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ. അത്രയും ഒരു പ്രത്യേക ഒരു സുഖം തന്നെ, ഒരു ഭയങ്കര ഒരു സൗണ്ടൊക്കെ ആയിട്ട് രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോവുക ചെയ്തു. ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് പൊതിച്ചോറിൽ നമ്മൾ സാധാരണ നേരത്തെ എണീച്ചിട്ട് തന്നെ നമ്മൾ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു പയറ് തോരന്, ഒരു ബീട്രൂട്ട് തോരന്, പിന്നെ സിമ്പിളായിട്ടുള്ളൊരു പൊതിച്ചോറാണ്. അധികം ഇതൊന്നുമില്ല. ചിക്കൻ പൊരിച്ചത്, ഓംപ്ലേറ്റ്, ചമ്മന്തി, മുളക്, പിന്നെ കൊണ്ടാട്ട മുളക്, ചമ്മന്തി, പിന്നെ അതുപോലെ അച്ചാർ, അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ രീതിയിലൊരു പൊതിച്ചോറ്. നല്ല രസമുണ്ടായിരുന്നു. മോര്, സംഭാരം അതൊക്കെ നമ്മൾ ഇതിലാക്കി പപ്പടം പൊരിച്ചത് അങ്ങനെയൊക്കെ ആയിട്ട് കൂട്ടിയിട്ട് നമ്മളൊരു പ്ലെയിൻ സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട് വേറെ നമ്മളെ വീട്ടിൽ ഇരുന്ന് കഴിക്കാനായിട്ട് പുറത്ത് പോയിട്ട് കഴിക്കുമ്പോൾ ഒരു വൈബാണല്ലോ. അങ്ങനെ ഒരു രസം കിട്ടി. നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ ഒരു പൊതിച്ചോറിൻ്റെ ആ ഒരു ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര കഷ്ടപ്പാട് തന്നെ. എല്ലാവർക്കും ഈ ചോറ് പൊതിയാനൊക്കെ എനിക്ക് ഒരു അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പീരിയൻസ് പോരായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വൈകുകയും ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ പോയത്. അപ്പോൾ ആ ഒരു ത്രില്ലും അതൊക്കെ നല്ലൊരു രസമായിരുന്നു. ഞങ്ങൾ പിന്നെ കുട്ടികളും എല്ലാവരും ഉള്ള കാരണം അധികം തിരക്കില്ലാത്ത സ്ഥലം നോക്കിയിട്ട് വിജനമായൊരു സ്ഥലം നോക്കിയിട്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു നല്ല പ്രകൃതി ആസ്വദിച്ചിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു സുഖമല്ലേ. ഭക്ഷണത്തിനും ടേസ്റ്റും കൂടും, നമുക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഒരു നല്ലൊരു രസമായിരുന്നു കേട്ടോ. ആൽബർട്ട് അബേല അതിൻ്റെ റെസ്റ്റോറൻറ്റ് ഞാനവിടെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചതാണ്. ഞങ്ങൾക്ക് നോമ്പായിട്ട് അവിടുന്ന് ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനത് കാണിച്ചത് കേട്ടോ. പിന്നെ ഒരു വെള്ളം ഒഴുകി വരുന്ന ആ ഒരു ഇതും
നല്ലൊരു വൈബായിരുന്നു. അത് കണ്ടിരിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതാണ് അവിടുത്തെ ഏറ്റവും നല്ലൊരു കാണാൻ പറ്റിയൊരു രസം. പിന്നെ വീഡിയോ ഒന്നും അധികം പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പോകാനും വൈകി. പിന്നെ അതുപോലെ കുറച്ച് ഇരുട്ടാവുകയും ചെയ്ത്. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്നടിച്ച് പൊളിച്ച് അത് കഴിഞ്ഞ് വന്ന്. പിന്നെ ഞങ്ങൾ മുശിരിക്ക് പാർക്കിലേക്ക് ഈ ബാർബിക്യൂ ചൂടാനൊക്കെ ആയിട്ട് ആ പാർക്കിലേക്ക് പോയി. അവിടെയും നല്ല രസമായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനായിട്ടും വലിയവർക്ക് കളിക്കാനും ഫുട്ബോളും ക്രിക്കറ്റും എന്ത് വേണമെങ്കിലും കളിക്കാനുള്ള നല്ല സൗകര്യമുള്ള വലിയൊരു പാർക്കാണ് കേട്ടോ ഈ മുശിരിക്ക് പാർക്ക് എന്ന്. അവിടെ കുട്ടികളൊക്കെ ഈ ഇതിലൊക്കെ ഇങ്ങനെ കളിച്ച് പിന്നെ മോനൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ നിന്ന്. പിന്നെ അല്ലാത്തവർ ചിക്കൻ ബാർബിക്യൂ ചുടാനായിട്ട് അത് നിന്ന്. അങ്ങനെ ഞാനിങ്ങനെ ചെറുതായിട്ടൊരു വീഡിയോ പിടിക്കാനൊക്കെ ആയിട്ട് നടന്നു. അങ്ങനെയൊക്കെ ആയിട്ട് അന്നും നല്ല രസമായിരുന്നു കേട്ടോ. താഴെ മോന് ഈ ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെ ഒക്കെ ആളാണ്. അവന് ആ കളിൻ്റെ അവിടേക്ക് പോയി. അവിടെ ഫ്രണ്ടുകളും ഇതൊക്കെ ആയിട്ട് അവിടെ കളിച്ചു. അതിനിടയിൽ ഞങ്ങളും ഓരോ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെയൊക്കെ ഇങ്ങനെ നടന്നു. കുട്ടികളെയും നോക്കണ്ടേ, നമുക്ക് നോക്കിയിട്ട് ഞങ്ങളും നടന്നു. കുട്ടികളും മോളെ കുട്ടികളാണ് കേട്ടോ, 3 കുട്ടികളാണ്. അപ്പോൾ അവരെ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴേ, ചെറിയ കുട്ടികളാണല്ലോ. അപ്പോൾ അതിലും കയറുമ്പോഴൊക്കെ കുട്ടികൾ വലിയ മുതിർന്ന കുട്ടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരെ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങളവരങ്ങനെ നോക്കിയിരിക്കുകയാണ്. ബാർബിക്യൂ ചൂടാനൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ലൊരു സ്ഥലം തന്നെയാണ് കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ അവിടെ ഈ പാർക്കിൻ്റെ അടുത്ത് തന്നെ ചൂടാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ചിക്കനൊക്കെ ചുടണത്. അപ്പോൾ നല്ലൊരു ഈ മരത്തിൻ്റെ തണലൊക്കെ ആയിട്ട് നല്ല രസം. പിന്നെ ഇപ്പോൾ ഞങ്ങൾ രാത്രിയാണ് എങ്കിൽ കൂടി നല്ലൊരു തണൽ മരമൊക്കെ ആയിട്ടുള്ള ലൈറ്റൊക്കെ ആയിട്ട് നല്ല സൗകര്യമൊക്കെ ഉള്ള നല്ലത്. അധികം തിരക്കൊന്നും ഇല്ലാത്ത കുറച്ച് വിട്ടിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ പല സെക്ഷനും ഉണ്ട്, അവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. അപ്പോൾ തിരക്കും ആളൊഴിഞ്ഞ സ്ഥലം നോക്കിയിട്ട് തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. ഈ മുശിരിക്ക് പാർക്കിലേക്ക് പോകുമ്പോൾ ഒരു ഫാമിലിയും കൂടി ഉണ്ടായിട്ടാണ്. മോൻ്റെ ഫ്രണ്ടും ഭാര്യയും കുട്ടിയും ഉണ്ടായി ഞങ്ങളെ കൂട്ടത്തിൽ കൂടെ. അപ്പോൾ കാരണം നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങളധികം പിന്നെ അവിടെ നിന്നില്ല, അവിടെ നിന്ന് മടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ദിവസം അജ്മാലിൽ തന്നെ അജ്മാലിലൊരു പാർക്കിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ കുട്ടികൾക്ക് സൈക്കിൾ ചവിട്ടാനും പിന്നെ അതുപോലെ ഫുട്ബോൾ കളിക്കാനും പിന്നെ മണ്ണിൽ ഇണങ്ങാൻ കളിക്കാനും പിന്നെ വലിയവർക്കുള്ള ഔട്ട്ഡോർ ഗെയിം അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ളൊരു പാർക്കാണ് കേട്ടോ. ഞങ്ങൾ ആ പാർക്കിലും അജ്മാൻ പാർക്കിലും ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത്. കുട്ടികൾക്കും നല്ല തൃപ്തിയായി മണ്ണിൽ കളിക്കാനും പിന്നെ അതുപോലെ സൈക്കിൾ ചവിട്ടാനും ഒക്കെ പറ്റി. പിന്നെ ഔട്ട്ഡോർ ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിലും എൻജോയ് ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർക്കായിരുന്നു. അപ്പോൾ അതിൽ അടിച്ച് പൊളിച്ചു. ഞങ്ങളങ്ങനെ പെരുന്നാൾ 1, 2, 3 പെരുന്നാൾ ഇങ്ങനെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഞങ്ങളത് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു. നല്ല സന്തോഷമായിട്ടാണ്. 3 ദിവസം യാത്രയിൽ ഞങ്ങൾക്ക് മഴയുടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഈ കറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിൻ്റെ ശേഷം പിറ്റന്നാൾ തൊട്ടാണ് ഇവിടെ മഴ തുടങ്ങിയത് കേട്ടോ. മഴയും ഇടിമിന്നലും കാറ്റും അതുപോലെ വെള്ളപ്പൊക്കവും ഒക്കെ വന്നത് ഞങ്ങളെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ കാരണം ഞങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളും അതിനോടനുബന്ധിച്ച യാത്രകളും. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.